ഈ വീഡിയോയിൽ കാണുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ള ഡാർക്ക് ഓറഞ്ച് ക്രേഫിഷുകളുടെ കുട്ടികളാണ്. അപ്പോൾ അവരെ നമ്മൾ താഴത്തെ ടാങ്കുകളിൽ നിന്നൊക്കെ പിടിച്ച് സെയിലിന് വേണ്ടി കണ്ടീഷൻ ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടി വലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം കടി കൂടി കൈകളൊക്കെ പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എങ്കിലും അവർ ഒറ്റ തെറ്റൊക്കെ കടി കൂടി ഓരോന്നിനെ തിന്നും. കാരണം നമ്മൾ ടാങ്കിൽ നോക്കുമ്പോൾ ഓരോ കല്ലുകൾ കിടക്കുന്ന കാണുമ്പോഴാണ് അവർ ഡെഡായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത്രയും എണ്ണമുള്ളതിൻ്റെ പേരിൽ പടപടാന്ന് അവർ തിന്ന് തീർക്കും. അപ്പോൾ നമുക്ക് ആ കല്ല് മാത്രമേ ബാക്കി കിട്ടുള്ളൂ. ഇത്രയും വലയും കാര്യങ്ങളൊക്കെ ഇട്ട് അത്രയും സേഫ്റ്റി നോക്കി ചെയ്തിട്ടും നമുക്ക് അത്രയും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ക്രേഫിഷിനെ വളർത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. കാരണം എങ്ങനെ പോയാലും അവർ കടി കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് എപ്പോഴും സജ്ജീകരിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ഈ ഒരു വിശേഷങ്ങൾ പറയാനുള്ള ഈ ഒരു വീഡിയോയിലൂടെ വന്നത് ഈ കാണുന്ന ഡാർക്ക് ഓറഞ്ച് ടാങ്കിൽ കിടക്കുന്ന പോലെ ലൈറ്റ് ഓറഞ്ച് കളർ വേറൊരു ടാങ്കിലും കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്കുള്ള കുട്ടികളാണ് ഡാർക്ക് ഓറഞ്ചും അതുപോലെ തന്നെ ലൈറ്റ് ഓറഞ്ചും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അത്യാവശ്യം സൈസ് കയറിയിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ഞാൻ ഒരു വീഡിയോ കാണിച്ചിരുന്നത് കണ്ട ഈ കാണുന്നതാണ് നമ്മുടെ ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും. വ്യത്യാസം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈറ്റ് ശരിക്കും ഓറഞ്ച് കളറാണ്, ഡാർക്ക് എന്ന് പറയുമ്പോൾ റെഡിനോട് സാമ്യമാണ്. പക്ഷേ ഇതിനെ തന്നെ റെഡ് എന്നും പറഞ്ഞും ആളുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓറഞ്ചാണ്, ഓറഞ്ചിൽ തന്നെ കളർ കൂടിയ ഐറ്റമാണ്. ഡാർക്ക് നമുക്ക് വേറെ ഉണ്ട്, ഡാർക്ക് റെഡിൽ വരുന്നത്. പക്ഷേ അത് നമ്മൾ എല്ലാ കളറുകളും ഒരുമിച്ചാവുന്നതിൻ്റെ പേരിൽ നമ്മൾ റെഡ് ചെയ്യുന്നില്ല. കാരണം റെഡും ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും ഒക്കെ ആകുമ്പോൾ എല്ലാം ഒരു കളർ പോലെയാവും. നമുക്ക് കുട്ടികളെ സെയിൽ ചെയ്യുന്ന നേരത്ത് അതിന് വില കിട്ടാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ ഓറഞ്ചിൽ ഡാർക്കും അതുപോലെ തന്നെ ലൈറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ ഓറഞ്ച് ഗോസ്റ്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന റെഡിൽ നമ്മൾ ചെയ്യുന്നത് റെഡ് ഗോസ്റ്റും അതുപോലെ തന്നെ മാൽബറോ റെഡും ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ കാണുന്ന ക്രേഫിഷിൻ്റെ കുട്ടികളെ നമുക്ക് സെയിലിന് റെഡി ഉണ്ട്. 100 രൂപയുള്ളൂ പീസിന്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് ഓണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണമൊക്കെ മാറി നമ്മൾ തിങ്കളാഴ്ച തൊട്ട് കൊറിയർ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കുട്ടികളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവുന്ന കളറുകളൊക്കെ മേടിച്ച് നിങ്ങൾ വളർത്താനായിട്ട് നോക്കിയപ്പോൾ എല്ലാ കളറും നമുക്ക് ഒരുമിച്ച് ആവാൻ സാധ്യതയില്ല. ആവുന്നതാണ് നമ്മൾ വീഡിയോസിലൂടെ പങ്കുവെക്കുന്നത്. 100 രൂപ തന്നെയുള്ളൂ പെർ പീസിന് വില വരുന്നത്. നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല കളറുകളൊക്കെ കയറിയിട്ടുള്ള അത്യാവശ്യം ഡാർക്കും ലൈറ്റൊക്കെ തിരിച്ചറിയാവുന്ന രീതിയിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഈ കാണുന്നത് ഇന്ന് ശനിയാഴ്ച ഓണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് കൊടുക്കാനൊരു ഓർഡർ, ഒരു ഷോപ്പിലേക്കുള്ളൊരു ഓർഡറാണ്. അപ്പോൾ അതിങ്ങനെ ഒരു പല കളറുകളായിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഡാർക്ക് ഓറഞ്ചും അതുപോലെ തന്നെ ലൈറ്റ് ഓറഞ്ചും കുറച്ച് മിക്സഡ് കുട്ടികളുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ഒരു 10-20 പീസേ ഉള്ളൂ. അത് നമ്മൾ 20 പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ നിന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നതിൻ്റെ പേരിലാണ് നമ്മളിതുപോലെ പാക്ക് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ അവർക്ക്. അപ്പോൾ അത് 20 ആയാലും 10 ആയാലും അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടൊക്കെ അങ്ങനെ എടുക്കുന്നവർക്ക് നമ്മൾ അതുപോലെയൊക്കെ കൊറിയർ ആയാലും എന്തായാലും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആ ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. മിക്സറിൻ്റെ കുട്ടികൾ ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ള സ്റ്റോക്ക് ഞാൻ എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഈ കുട്ടികളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ മടിക്കേണ്ട കേട്ടോ. വാട്സപ്പിൽ ഇപ്പോൾ ഞാൻ മെസ്സേജ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാതിരിക്കാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ.